അപ്പോൾ ഇതാ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കിച്ചണിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പണി ഒരു ചായ വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ചായ കുടിച്ചാൽ എന്ത് പണിയെടുക്കാനും നമുക്കൊരു ഉഷാറുണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് കാക്കുള്ള ചായയും വെച്ചിട്ടുണ്ട്, അതേപോലെ ഐറാക്കുള്ള പാലും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഐഷാക്ക് പിന്നെ ചായനോടൊന്നും പൊതുവെ അത്ര വലിയ താല്പര്യമില്ലാത്ത കാരണം അവൾക്ക് അങ്ങനെ നിർബന്ധമില്ല. അങ്ങനെ പിന്നെ നമ്മൾ കറികൾക്കുള്ള പച്ചക്കറികളൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഐറാടെ പാലും ഞങ്ങളുടെ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഐറാടയിലേക്ക് ബൂസ്റ്റും ഞങ്ങൾക്ക് ചായപ്പൊടിയൊക്കെ ഇട്ട് ചായ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു അടുപ്പിലേക്ക് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പൊട്ടറ്റോ ഒക്കെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞങ്ങളുടെ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് അരിച്ച് എനിക്കും ഒക്കെ ഉള്ളതൊന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ചായ കുടിച്ചാലാണ് കേട്ടോ എല്ലാ പണികൾക്കും ഒരു ഉന്മേഷം ഉണ്ടാവുള്ളൂ. എന്ത് പണിയെടുക്കാനാണെങ്കിലും ഇല്ലെങ്കിൽ ഭയങ്കര ഒരു തലവേദനയും ഒക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ ചായയും കുടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് മസാലക്കും ചമ്മന്തിക്കൊക്കെ വേണ്ടിയിട്ടുള്ള വെജീസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നാക്കി എടുത്ത പച്ചക്കറികളൊക്കെ ഞാനൊന്ന് കഴുകി എടുത്തിട്ട് കട്ട് ചെയ്തും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തക്കാളി ചമ്മന്തി ഉണ്ടാക്കണം, അതേപോലെ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കണം, പിന്നെ മസാല ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മഴയത്ത് കുക്ക് ചെയ്യാനായിട്ട് നല്ല അടിപൊളിയാണല്ലേ. നല്ല തണുപ്പും ആ ഒരു ചെറിയ ചൂടൊക്കെ കൊണ്ടിട്ട് അങ്ങനെ കുക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചോറൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ കട്ടൻ ചായക്കും അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കൂടാണ്ട് നമ്മൾ പുറകിൽ കുറേ പണികൾ നടക്കുന്നുണ്ട്. കാരണം ഐറാനെ വിളിക്കണം, അവളെ പല്ലേൽപ്പിക്കണം, പാൽ കൊടുക്കണം, യൂണിഫോമൊക്കെ അയൺ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓടി അടുക്കളയിലേക്ക് വരും കേട്ടോ. അപ്പോൾ വേഗം തേങ്ങാ ചമ്മന്തി അരച്ചെടുത്തതൊക്കെ ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഇവിടെ തേങ്ങാ ചമ്മന്തി വേണമെങ്കിൽ ഒരാൾക്ക് തക്കാളി ചമ്മന്തി വേണം കേട്ടോ. ഐഷാക്ക് അത്ര ഇഷ്ടമല്ല ഈ തേങ്ങ അരച്ചിട്ടുള്ള ഈ ചമ്മന്തി. അപ്പോൾ അങ്ങനെ അതൊക്കെ ചമ്മന്തികളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ട് മസാലയൊക്കെ ഉള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയിൽ കടുകും ഉഴുന്നൊക്കെ പൊട്ടിച്ച് സവാള കട്ട് ചെയ്ത് വെച്ച സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ അടിപൊളിയായിരിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ദോശയൊക്കെ ചുട്ട് മസാലയൊക്കെ ഫില്ല് ചെയ്ത് മസാല ദോശ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചോറ് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മസാല ദോശ കണ്ടപ്പോൾ രണ്ടുപേർക്കും അത് മതി കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വേഗം തന്നെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഐറാന റെഡിയാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി. പിന്നെ വേഗം അവർക്ക് ചായയൊക്കെ കൊടുത്ത് രണ്ടുപേരും സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴും പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ റെയിൻകോട്ടൊക്കെ ഇട്ട് 3 പേരും കൂടെ സ്കൂളിലേക്ക്